ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മളെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള, അതായത് ചാപ്റ്റർ 4 കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹോർമോൺസിനെ കുറിച്ചിട്ടും അതിന്റെ ഫങ്ഷൻസും ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി സെക്രീറ്റ് ചെയ്യുന്ന വളരെ ട്രേസ് എമൗണ്ടിൽ റിലീസ് ചെയ്യുന്ന കെമിക്കൽ നോൺ ന്യൂട്രിയന്റ് മെസ്സഞ്ചേഴ്സ് ആണ് ആര്, ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പ്ലാന്റ്സിന്റെ ഹോർമോൺസിനെ കുറിച്ചും, അല്ലെ പ്ലാന്റ്സിന്റെ ഗ്രോത്തും ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് പ്ലാന്റ് ഹോർമോൺസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നതാണ് നമ്മളുടെ ഹ്യൂമൻസിൽ കാണുന്ന ഹോർമോൺസ്. അപ്പൊ നമുക്ക് രണ്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താ, പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചും. ആ ഹോർമോൺസ് 5 ഹോർമോൺസ് ആണ് മെയിൻലി വരുന്നത്, അല്ലെ? ഏതൊക്കെയാ 5 ഹോർമോൺസ്? ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്. ഇത്രയും ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പ്ലാന്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ മനുഷ്യന്റെ കേസിലേക്ക് വരുമ്പോൾ വി ഹാവ് 10 ഗ്ലാൻഡ്സ്. ഓക്കെ, 10 ഗ്ലാൻഡാണ് നമുക്കുള്ളത്. ഈ 10 ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഓരോ ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നന്നായിട്ട് അതൊരു പേപ്പറിൽ എഴുതി ഓരോ ഹോർമോൺസിന്റെ പേരും ഗ്ലാൻഡിന്റെ പേരും ഫങ്ഷൻസും സെപ്പറേറ്റ് ആക്കി പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആസ് യൂഷ്വൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് തരും. ആ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് in the phototrophic movement of plant stem, the cell on the shaded undergo more elongation. അല്ലെ, നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്നുണ്ട്, കുറച്ച് സൺലൈറ്റ് അടിക്കുന്നു, നമ്മളുടെ പ്ലാന്റിന്റെ സ്റ്റെമ്പ് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഇലോങ്ങേഷൻ, അല്ലെ, പ്ലാന്റിന്റെ ഇലോങ്ങേഷൻ നടക്കാൻ കാരണം ഇവിടെ കുറച്ച് കെമിക്കൽസ്, ദാറ്റ് ഇസ് ലിറ്റിൽ എമൗണ്ട് ഓഫ് കെമിക്കൽസ് മൂവ് ടു ദി ഷെയ്ഡഡ് പോർഷൻ, അല്ലെ? ആ ഷെയ്ഡഡ് പോർഷനിലേക്ക് പോകുന്നതുകൊണ്ടിട്ട് സൂര്യന്റെ ആ ഒരു സൺലൈറ്റിന്റെ പ്രസൻസും കൊണ്ടും ഈ പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നിരിക്കുന്നതിൽ ഏത് ഹോർമോണിന്റെ ആക്ഷൻ കൊണ്ടിട്ടായിരിക്കാം അത് ഇലോങ്ങേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, അബ്സിസിക് ആസിഡ് ആണോ? അല്ല. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്ന ഹോർമോണെ കുറിച്ചാണ്, ഓക്സിൻ, അല്ലെ? ഓക്സിൻസിന്റെ പ്രസൻസ് കൊണ്ടിട്ടാണ് ആ ഷെയ്ഡഡ് മൂവിലേക്ക്, പ്ലാന്റ് ഷെയ്ഡഡ് മൂവിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ പ്ലാന്റ് നല്ല രീതിയിൽ എന്താവുന്നത്, ബെൻഡ് ആവുന്നത്. സോ ദ ആൻസർ ഇസ് ബി ആണ് അവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരാം. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം പ്ലാന്റ്സിന്റെ കേസിൽ ഹോർമോൺസിന്റെ ആക്ഷൻസ് മാത്രമല്ല വേണ്ടത്, അല്ലെ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സൺലൈറ്റിന്റെ പ്രസൻസ് വേണം, അല്ലെ? ഡേ നൈറ്റ് ലെങ്ത് ഒക്കെ നോക്കിയിട്ടാണ് പ്ലാന്റ്സിന്റെ ഹോർമോൺസ് കൂടാതെ ഈ പറയുന്ന ഡേ നൈറ്റിന്റെ ലെങ്ത്തും അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ നോക്കിയിട്ടാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡേ നൈറ്റിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, നെയിം ദ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് മേജർ റോൾ ഇൻ ദിസ് പ്രോസസ്, അല്ലെ? ഡേ നൈറ്റ് ലെങ്ത്തിന്റെ ഇതിൽ ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഫൈറ്റോക്രോം. ക്ലിയർ ആണല്ലോ? ഫൈറ്റോ മീൻസ് ലൈറ്റ് എന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഫൈറ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബയോളജിയിൽ ഫൈറ്റോ ഉദ്ദേശിക്കുന്നത് ദാറ്റ്സ് ടേം ഇസ് ലൈറ്റിനാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ സെക്കൻഡ് ആൻസർ വരുന്നത് സി ആണ്, ഫൈറ്റോക്രോം. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്റർ മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കുന്നത്. കാരണം നല്ല രീതിയിൽ ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യം എല്ലാ ഹോർമോൺസിന്റെ പേരും ഫങ്ഷൻസും പഠിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഒരു പേഴ്സൺ 12 മണിക്കൂർ എന്ത് ചെയ്തു, ഫാസ്റ്റിങ്ങിലാണ്, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്കറിയാം ആ കുട്ടീന്റെ ബോഡിയിൽ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ഗ്ലൂക്കോസിന്റെ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, കംപ്ലീറ്റ് അല്ല, ഡിക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അവിടെ ഓൾറെഡി താഴത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം പാൻക്രിയാസിൽ 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാ? ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ വിളിക്കുന്ന പേരാണെന്ത്? ദാറ്റ് ഈസ് ഗ്ലൂക്കഗൺ. ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ. ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ആണ് എന്ത്? ഗ്ലൂക്കഗൺ. ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുന്ന ആളാണ് ആര്? ഇൻസുലിൻ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം പഠിച്ചാലേ നമുക്ക് ഇതിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരാം? ദാറ്റ് ഈസ് ആൻസർ സി ആയിരിക്കും എന്ത് ചെയ്യുക, കറക്റ്റ് വരാം. ദാറ്റ് ഈസ് ആൽഫ സെൽസ് പ്രൊമോട്ട് ഗ്ലൂക്കഗൺ. ഈ ഗ്ലൂക്കഗൺ എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ
ഗ്ലൂക്കോഗൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലൂക്കോസ് ഓൾറെഡി നമ്മുടെ ലിവേഴ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കൂടാതെ അമിനോ ആസിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൻസർ വരുന്നത്, ആ പേഴ്സൺ ഫാസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പേഴ്സൺ എന്ത് ചെയ്യണം? ഗ്ലൂക്കോസിന്റെ അളവ് ബോഡിയിൽ കൂട്ടാൻ വേണ്ടി അമിനോ ആസിഡ്സ് നിന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസിനെയാണ് ബ്ലഡിൽ സപ്ലൈ ചെയ്യുക. സോ ആൻസർ വരുന്നത് സി ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ അതേപോലെ തന്നെ മനുഷ്യന്റെ കേസ് പഠിക്കുന്ന പോലെ തന്നെ ആനിമൽസിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഫെറമോൺസിന്റെ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. മനുഷ്യന്റെ ബോഡിയിൽ കാണുന്ന ഹോർമോൺസിന്റെ അതേ ഫംഗ്ഷൻസ് തന്നെയാണ് ചില ആനിമൽസിന്റെ കേസിലും വരാം. ഓക്കെ, ആനിമൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്, ദാറ്റ് ഈസ് അവരുടെ കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫെറമോൺസ്. ഓക്കെ, ഈ ഫെറമോൺസിന്റെ ഫംഗ്ഷൻസ് താഴത്ത് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് ഓൾറെഡി എല്ലാം അറിയാം. ദാറ്റ് ഈസ് ഫെറമോൺ സെക്രീറ്റഡ് ബൈ ഓർഗാനിസം, കമ്മ്യൂണിക്കേഷൻ ആണ്, അത് കറക്റ്റ് ആണ്. ട്രയൽ ഫെറമോൺസ് ഉപയോഗിക്കുന്ന ട്രയൽ മാർക്കിംഗ് ആണ്, ദാറ്റ് ഈസ് ഇപ്പോൾ ആൻസിന്റെ കേസിലാണെങ്കിൽ സപ്പോസ് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. നമുക്ക് എക്സാമിന് വേറെ രീതിയിലും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തുകൊണ്ടിട്ടാണ് ആൻറ്റുകൾ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്നത്? ഓരോ ആൻറ്റിന്റെ ബാക്കിൽ നിന്നും ഈ പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഫെറമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് സെൻസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് മാർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രയൽസ് മാർക്കിംഗ് എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. സോ ദ ബി ആൻസർ ഇസ് ഓൾസോ കറക്റ്റ്. ആൻഡ് ദ സി വരുന്നത് അഗ്രഷൻ ഫെറമോൺസ് ഇസ് ഓൾസോ ഫുഡ് അവൈലബിലിറ്റി. ഓക്കെ, ഫുഡിന്റെ അവൈലബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫെറമോൺസ് റിലീസ്. അപ്പോൾ എ, ബി, സി ആൻഡ് ഓൾസോ ഡി ഇസ് ഓൾസോ കറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ആനിമൽസിന്റെ മീറ്റിംഗിന്റെ കേസിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽസ് ആയിട്ട് മെയിലും ഫീമെയിൽ ആയിട്ടുള്ള ആനിമൽസ് ഫെറമോൺസിലൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി അവർ എന്ത് ചെയ്യുന്നു? അട്രാക്ട് മെയിൽസിനെയും സെക്സ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന പോലെ തന്നെ ഫെറമോൺസിനും ഇവിടെ തന്നെ റോൾ ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എയും ബിയും സിയും ഡിയും കറക്റ്റ് ആണ്. സോ ഓൾ ആർ കറക്റ്റ്. അപ്പൊ ആൻസർ വരുന്നത് ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ, ഓക്കെ, ഹൈപ്പോതലാമസ് കൺട്രോൾ ദി ഫംഗ്ഷൻ ഓഫ് മോസ്റ്റ് ഓഫ് ദി എൻഡോക്രൈൻസ്. അല്ലെ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഹോർമോൺസിന്റെയും സിന്തസിസും കൺട്രോൾ എല്ലാം ചെയ്യുന്നതും ആരാ? ഹൈപ്പോതലാമസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ഈ 2 ഹോർമോൺസ് ആണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മൾ അത് വരച്ച് തന്നെ കാണിക്കാം. ഇതാണ് നമ്മളുടെ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ താഴത്താണ് ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ 2 ലോബാണ് വരുന്നത്. ദാറ്റ് ഈസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, ഇപ്പുറത്ത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. അപ്പൊ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഈ 2 ഗ്ലാൻഡിലാണ് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ആ 2 ഹോർമോൺസ് മക്കളെ? ഏതൊക്കെയായിരിക്കും ആ 2 ഹോർമോൺസ്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ വരുന്നതാണ് നമ്മളുടെ റിലീസിങ് ഹോർമോൺസ്. റിലീസിങ് ഹോർമോൺസ് എന്താ? റിലീസിങ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഫോർ എക്സാമ്പിൾ ഗ്രോത്ത് മസ്റ്റാണ് നമ്മുടെ ബോഡിക്ക്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ വേണം. ഓക്കെ, അപ്പൊ ഈ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ വിളിക്കുന്ന പേരാണ് റിലീസിങ് ഹോർമോൺസ്. ഓക്കെ, ഇനി ഓവറായിട്ട് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക, ഓവർ ഗ്രോത്ത് നമ്മളുടെ കേസിൽ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാനും ഹോർമോൺസ് വേണം. സോ വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ഹോർമോൺസ്? റിലീസിങ് ഹോർമോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്. ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. റിലീസിങ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ആണ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെ ഈ ഹോർമോൺസ് ഓവർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വേറെയും ഡിസോർഡേഴ്സ് വരും, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വരും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതും ഈ പറയുന്ന ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസുകളെ വിളിക്കുന്ന പേരാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. സോ വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ഹോർമോൺസ്? റിലീസിംഗ് ഹോർമോൺസ് ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് താഴത്ത് വരുന്നുണ്ട്. നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ, നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ഒരു പേഴ്സന്റെ കേസ് ഇവിടെ പറയുന്നുണ്ട്. അയാൾക്ക് എക്സസീവ് തേഴ്സ്റ്റ്, ഹങ്കർ, ഫ്രീക്വന്റ് യൂറിനേഷൻ. ഓക്കെ, ഈ 3 കണ്ടീഷനാണുള്ളത്. നല്ല ദാഹം, ഭയങ്കര വിശപ്പ്, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? യൂറിനേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതൊരു ഡിസീസിന്റെ സിംറ്റം ആണ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ആ പേഴ്സൺ ആണെങ്കിൽ എന്തായിരിക്കും ആ പേഴ്സന്റെ ആ കണ്ടീഷൻ അല്ലെ? ആ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇടവിട്ടുള്ള ഫ്രീക്വന്റ് യൂറിനേഷൻ ഇറ്റ്സ് എ സിംറ്റംസ് ഓഫ്
ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് അയാൾക്ക് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നെയിം ദ ഗ്ലാൻഡ് ആൻഡ് ദ 2 ഹോർമോൺ പ്രൊഡ്യൂസ് റെഗുലേറ്റ് ദി ഗ്ലൂക്കോസ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻസുലിൻ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ട്. ഇവർ രണ്ടുപേരുടെ ആക്ഷൻസ് മൂലമാണ് ഗ്ലൂക്കോസിന്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് ഡയബറ്റീസ് 1. നമുക്ക് 2 ടൈപ്പ് ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് വിളിക്കുക. ഈ ഡയബറ്റീസിന്റെ കണ്ടീഷൻ നമുക്ക് 2ആയിട്ട് പഠിക്കാം. ഡയബറ്റിക് 1 ഉണ്ട്, ഡയബറ്റിക് 2 ഉണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്. ഇതിൽ ടൈപ്പ് 1 കോസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിസ്ട്രക്ഷൻ സംഭവിക്കുക. നമുക്കറിയാം ഇൻസുലിന്റെ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, ഇൻസുലിൻ കപ്പാസിറ്റി കംപ്ലീറ്റ്ലി കുറയുന്നു ബിക്കോസ് ഓഫ് ദി ഡിസ്ട്രക്ഷൻ ഓഫ്, എന്ത് ഡിസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ, ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ മൂലമാണ് ഈ പറയുന്ന ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് എന്താവും, അവിടെ സ്റ്റോപ്പ് ആവുന്നു. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയബറ്റീസ് 1. ക്ലിയർ ആണല്ലോ മക്കളെ? ഡയബറ്റീസ് 2 നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂലമായിട്ട് വരുന്ന കണ്ടീഷനാണ് ഡയബറ്റീസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യാം. സോ ക്ലിയർ ആണല്ലോ മക്കളെ ക്വസ്റ്റ്യൻ? അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, എക്സാമിന് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് അടുത്ത ഗ്ലാൻഡ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗ്ലാൻഡും കൂടിയാണ്. ദാറ്റ് ഈസ് അഡ്രീനൽ ഗ്ലാൻഡ്. ആ ഗ്ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം അഡ്രിനൽ ഗ്ലാൻഡ് നമ്മുടെ കിഡ്നീന്റെ മേളിൽ ഒരു കോൺ ഷേപ്പിലാണ്, നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കുലർ ഷേപ്പിലായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും, അഡ്രിനൽ ഗ്ലാൻഡിനെ കാണാൻ പറ്റും. ഈ അഡ്രിനൽ ഗ്ലാൻഡിന് 2 ലെയേഴ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് കോർട്ടെക്സും ഉണ്ട്, അതേപോലെ തന്നെ ഇന്നർ മെഡുല്ല ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇവിടെ കോർട്ടെക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണെന്ത്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന് 2 ലെയർ ചെയ്തും ഇഷ്ടം പോലെ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് 3 ക്ലാസസ് ഓഫ് ഹോർമോൺസ് ജനറലി നോൺ ആസ് കോർട്ടിക്കോയിഡ്സ്. ഏതൊക്കെയാണ് ആ 3 ക്ലാസ്സുകൾ അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എടുത്ത് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറാലോകോർട്ടിക്കോയിഡ്സ്, പിന്നെ വരുന്നതാണ് നമ്മളുടെ സെക്സ്, ദാറ്റ് ഈസ് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്. ഗൊണാഡോ എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ടേം നിങ്ങൾ പഠിക്കാം, നമ്മൾ സെക്സ് ഹോർമോൺസ് അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനെ നമ്മൾ ഗൊണാഡ്സ് എന്നാണ് വിളിക്കുക. വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ഏതൊക്കെയാണോ, ഒന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറാലോകോർട്ടിക്കോയിഡ്സ്, ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് എന്ന 3 ക്ലാസ്സസ് ആണ് അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ഒരു പേഴ്സൺ ഡോഗിനെ കണ്ടിട്ട് ഭയങ്കര ക്യൂരിയസ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആ പേഴ്സൺ ഓടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഈ 3 കണ്ടീഷൻസ് കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് തന്നേക്കുന്നത് അല്ലെ. ഒരു പേഴ്സൺ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഡോഗിനെയാണ് കാണുന്നത്. അപ്പൊ ഈ ഡോഗിനെ കാണുമ്പോൾ അയാളുടെ ബോഡിയിൽ നിന്ന് കുറച്ച് ഹോർമോണൽ റിലീസ് സംഭവിക്കുന്നു. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ബോഡി റെസ്റ്റിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആയിട്ട് വരാം? നമ്മൾ ഡോഗ് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ നെർവ് സിസ്റ്റം ആയിരിക്കും ആക്റ്റീവ് ആവാം അല്ലെ. സോ ദ ഫസ്റ്റ് വരുന്നതായിരിക്കും നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റ് ആവുന്നു. ഈ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ആക്ഷൻ മൂലം നമ്മുടെ ബോഡിയിലെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് നമ്മുടെ മെഡുല്ലയാണ് നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്ന് വിളിക്കുക അല്ലെ. എമർജൻസി കണ്ടീഷനിൽ റിലീസ് ചെയ്യുന്നതാണ് നമ്മുടെ അഡ്രിനൽ മെഡുല്ല. സോ രണ്ടാമത് ആരായിരിക്കും, നമ്മുടെ ആക്ഷൻ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് അഡ്രിനൽ മെഡുല്ല എന്ന് എന്ത് ചെയ്യുന്നു, ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ, ആ പേഴ്സൺ പട്ടിനെ കണ്ടല്ലോ, ഡോഗിനെ കണ്ട് നല്ല രീതിയിൽ ഓടി കുറച്ച് കഴിയുമ്പോൾ ആ പേഴ്സന്റെ ബോഡിയിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞ് ആ പേഴ്സൺ റെസ്റ്റിലേക്ക് വരുമ്പോൾ ബോഡി ഈസ് ബാക്ക് ടു നോർമൽ. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് പാരാസിമ്പത്തറ്റിക്. സോ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും, സിമ്പത്തറ്റിക് ആക്ഷൻ നടക്കുന്നു, അഡ്രിനൽ ഗ്ലാൻഡിൻ ആക്ഷൻ സെക്കൻഡ് വരുന്നു, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പാരാസിമ്പത്തറ്റിക് ആക്ഷൻ ആയിരിക്കും ലാസ്റ്റ് നടക്കുക. ഇത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. ക്ലിയർ അല്ല മക്കളെ? നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് XYZ 3 ഹോർമോൺസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്.
കറക്റ്റ് ആയിട്ടുള്ള ഹോർമോൺസ് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ മക്കളെ, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഹോർമോൺസ് ചോദിച്ചേക്കുന്നത് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഹെൽപ്സ് ടു ടൈഡ് ഓവർ ദി അൺഫേവറബിൾ സിറ്റുവേഷൻ. അൺഫേവറബിൾ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? ഇനി വൈയിൽ ചോദിച്ചേക്കുന്നത് ഡിലേ സെനൻസൻസ് ഓഫ് ലീഫ് ആൻഡ് റിറ്റെയിൻ ദ ഗ്രീനസ് ഇൻടാക്ട്. ലീഫിന്റെ ഗ്രീനസും ഒരു പ്ലാന്റിന്റെ ഡെത്ത് അല്ലെങ്കിൽ ഓൾഡ് ഏജിനെ വിളിക്കുന്ന ടേം ആണ് സെനൻസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഡിലേ ചെയ്യുന്ന ഹോർമോൺ ഏതാ? പിന്നെ അതുപോലെ തന്നെ പ്രിവെന്റ് ദി ലാറ്ററൽ ഗ്രോത്ത് ബഡിന്റെ പ്രിവെൻഷൻ ചെയ്യുന്നത്. നമ്മൾ പ്രിവെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഹിബിറ്റ് എന്നുള്ള ടേമും കൂടി നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ? നമ്മുടെ ടെക്സ്റ്റുകൾ ഡയറക്റ്റ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ എന്ന് പറയുന്ന ഹോർമോൺ ദാറ്റ് ഈസ് അൺഫേവറബിൾ സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്, ദാറ്റ് ഈസ് അബ്സിസിക് ആസിഡ്. ഇനി ഡിലേ സെനൻസൻസിനൊക്കെ ചെയ്യുന്ന ഹോർമോൺ ആണ്, ദാറ്റ് ഈസ് സൈറ്റോകൈനിൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ prevent the growth of lateral ബഡിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന ഹോർമോണും കൂടിയാണ് ആര്? ഓക്സിൻ. സോ ഈ മൂന്നാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ക്ലിയർ ആണോ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് നാച്ചുറലി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് നമ്മൾ പ്ലാന്റ് ഹോർമോൺസ് എന്ന് വിളിക്കുക. ഈ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് നമുക്ക് അത്യാവശ്യം പറയാം. ഇപ്പോൾ കേസ് പറയുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ റൈപ്പൺ ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമുക്ക് എമർജൻസി അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഡക്ഷൻ്റെ ഈൽഡ് കൂട്ടാനായിട്ട് നമ്മൾ കുറേ പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. സോ നാച്ചുറൽ ഹോർമോൺസ് കൂടാതെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ദാറ്റ് ഇസ് സിന്തറ്റിക് ഹോർമോൺസ്. സിന്തറ്റിക് ഉദ്ദേശിക്കുന്നത് മാൻമെയ്ഡ് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണല്ലോ? സോ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫാർമറിന് ക്രോപ്പിന്റെ ഈൽഡും ഫ്രൂട്ടിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി അയാൾ എന്ത് യൂസ് ചെയ്തു? സിന്തറ്റിക് ഹോർമോൺസ് യൂസ് ചെയ്തു. അപ്പൊ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഹി വാണ്ട് എ ഹോർമോൺ ടു ഇൻക്രീസ് ദി സൈസ് ഓഫ് ഹിസ് ഗ്രേപ്പ് ഫ്രൂട്ട്സ്. ഗ്രേപ്പിന്റെ സൈസ് കൂട്ടാൻ, അപ്പൊ ഫ്രൂട്ട്സിന്റെ സൈസ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ദാറ്റ് ഈസ് സിന്തറ്റിക് ജിബർലിൻസ്. എന്താ വിളിക്കുക? സിന്തറ്റിക് ജിബർലിൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻഡ്യൂസ് എ റൂട്ട് ഫോർമേഷൻ ഇൻ ദി സ്റ്റെം കട്ടിങ്. ഈ സ്റ്റെം കട്ട് ചെയ്തിട്ട് ആ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോൺ ആണ് ദാറ്റ് ഈസ് സിന്തറ്റിക് ഓക്സിൻ. മക്കൾ നിങ്ങളിവിടെ ആഡ് ചെയ്യുമ്പോൾ ഓക്സിൻ മാത്രം എഴുതരുത്, സിന്തറ്റിക് ഓക്സിൻ ഫുൾ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. കാരണം ഓക്സിൻ നാച്ചുറലി ആണ്, അത് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നിങ്ങളൊരു പേര് യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് സിന്തറ്റിക് ഓക്സിൻ എന്നുള്ള ടേം യൂസ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറും ഓക്സിൻ എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ അല്ലേ? നമുക്കൊരു സി ക്വസ്റ്റ്യൻ നോക്കാം. Which hormone could be used to ensure all the mangoes ripen uniformly? ഇപ്പോൾ നാച്ചുറലി പറയുകയാണെങ്കിൽ ഇപ്പൊ മാംഗോസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഇത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഫ്രൂട്ട്സ് പഴുക്കുക. നമുക്ക് ഇവൻച്വലി എല്ലാം ഒരേപോലെ പഴുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ആണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്കറിയാം ഫ്രൂട്ട്സ് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് എത്തിലിൻ. ഈ എത്തിലിൻ നമ്മൾ ആർട്ടിഫിഷ്യലി യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സിന്തറ്റിക് എത്തിലിൻ എന്നുള്ള ടേം യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോൺസുകൾ യൂസ് ചെയ്താൽ മനുഷ്യനിക്കും പ്രോബ്ലംസ് ഉണ്ട്, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഡി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ആർ ദ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് വൺ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്? ഈ പറയുന്ന സിന്തറ്റിക് ഹോർമോൺസ് യൂസ് ചെയ്തിട്ട് മനുഷ്യർക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കോസ് ചെയ്യുന്ന കുറച്ച് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കാം? നമുക്ക് മെയിൻലി പറയുകയാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഹോർമോണൽ ഇൻബാലൻസ് പറയാം. ഇംബാലൻസ് ഓഫ് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് ഇൻബാലൻസ് ആവുന്നു. ഇൻഫെർട്ടിലിറ്റി വരാം, ഇഷ്യൂസ് വരാം. പിന്നെ അതേപോലെ തന്നെ ഏർലി പ്യൂബർട്ടി, അതായത് ഏജ് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? പ്രായപൂർത്തിയാവും. ഈ കണ്ടീഷനാണ് നമ്മൾ ഏർലി പ്യൂബർട്ടി എന്ന് ഉദ്ദേശിക്കുക. ഇതൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂസിൽ വരാം. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ കെമിക്കൽ ഹോർമോൺസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എക്കോസിസ്റ്റം ദാറ്റ് ഈസ് നേച്ചറിന് അതെന്താ? ഹാബിറ്റാറ്റ് ആണ്. മീൻസ് നേച്ചർ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. അക്വാട്ടിക് ആയാലും നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയും, സോയിൽ ഫെർട്ടിലിറ്റി എഫക്റ്റ് ചെയ്യും. ഈ പറയുന്ന എർത്ത് വാംസ് പോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസുകൾക്കൊക്കെ ഇത് അവരുടെ ഗ്രോത്തിനും ഈ പറയുന്ന അവരുടെ ഡെവലപ്മെന്റിനും ഇത് കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? കൺസെപ്റ്റ് അതിൽ നിന്ന് മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ഡിസോർഡർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഡിസീസിന്റെയും ഫിഗേഴ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഫിഗർ നിങ്ങൾ പോയിന്റ്സ് മാത്രമല്ല പഠിക്കേണ്ടത്, ഈ ഫിഗേഴ്സും കൂടി വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ഏത് ഡിസീസ് ആണെന്ന് കണ്ടുപിടിച്ച് പഠിക്കാൻ. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കൊരു ഡിസീസ് നോക്കാം. ദാറ്റ് ഈസ് നമുക്കറിയാം ട്രോപ്പിക് ഹോർമോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺസുകളെയാണ് നമ്മൾ ട്രോപ്പിക് ഹോർമോൺസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് കണ്ടീഷനാണ്?
അല്ലെ? ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ ആൻഡ് നെയിം ദ ഹോർമോൺ ദാറ്റ് കൺട്രോൾ സെക്രീഷൻ. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക മക്കളെ? അക്രോമെഗാലി, അല്ലെ? അക്രോമെഗാലി. ഈ കണ്ടീഷൻ എപ്പോഴാണ് വരാം? നമ്മളൊരു ഏജ് ഉണ്ട്, നമുക്കൊരു ഗ്രോത്ത് ഫേസ് ഉണ്ട്. ഈ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോണിന്റെ ആക്ഷൻസ് കുറയും. പക്ഷേ ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും ഏത് ഹോർമോണാ ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്? നമ്മളുടെ സ്റ്റൊമാറ്റോട്രോഫിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് എന്ത് ചെയ്യുന്നു? വീണ്ടും കൂടുന്നു. അപ്പൊ എന്തായിരിക്കും ബി ക്വസ്റ്റ്യൻ നോക്കിയേ? അങ്ങനെയാണെങ്കിൽ ആ പേഴ്സന്റെ ലെഗ്, ആംസ്, ജോ, ഫൂട്ട് ഇതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ആയി പോകുന്നു. അപ്പൊ ഓവർ സെക്രീഷൻ ഓഫ് സ്റ്റൊമാറ്റോട്രോഫിൻ ലീഡ്സ് ടു എന്താ പറയുക? ആഫ്റ്റർ ദി ഗ്രോത്ത് ഫേസ് ഈ പറയുന്ന സ്റ്റൊമാറ്റോട്രോഫിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ജോ, കൈ എല്ലാം നല്ല രീതിയിൽ നീണ്ടുപോകും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. ക്ലിയർ ആണല്ലോ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ പഠിക്കാം. നമുക്കറിയാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഗ്രോത്ത് ഫേസിൽ വേണ്ട ഹോർമോൺ മര്യാദ കിട്ടിയില്ല എന്ന് ഉദ്ദേശിക്കുക. ദാറ്റ് ഈസ് GHന്റെ അളവ് എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് ഫേസിൽ കിട്ടിയില്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് കംപ്ലീറ്റ്ലി സ്റ്റണ്ടഡ് ആയി പോകും, അല്ലെ? മുരടിച്ച വളർച്ചയാവും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡോർഫിസം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതും ഇതേപോലെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഫിഗേഴ്സും വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്കറിയാം പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും പ്ലാന്റ്സ് കട്ട് ചെയ്താലും അല്ലെങ്കിൽ അത് ബെൻഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഒരു എക്സ്പെരിമെന്റിലൂടെ പഠിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ FW വെന്റിന്റെ ഒരു എക്സ്പെരിമെന്റ്. അപ്പൊ ഈ പ്ലാന്റിന്റെ ഇവിടെ കാണുന്ന ഈ ഹോർമോൺ എന്തായിരിക്കും? ഓക്സിൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്സിൻ ആണ്. അപ്പൊ ഓക്സിന്റെ ആക്ഷൻ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഐഡന്റിഫൈ ദ ഏത് മോളിക്യൂൾ ആണ് അതിന്റെ ആക്ഷൻ എങ്ങനെ? നമ്മൾ ഡയറക്റ്റ് ടെക്സ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഹോർമോൺസ് ദാറ്റ് ഈസ് ഓക്സിൻ ഇവിടെ ഇവഞ്ച്വലി എല്ലായിടത്തും സ്പ്രെഡ് ആയിരിക്കും. എപ്പോഴാണോ സൺലൈറ്റ് ഒരു സൈഡിൽ വന്നെയാണെങ്കിൽ ഓക്സിൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു. ഓപ്പോസിറ്റ് സൈഡ്സ് ഉള്ള റിസപ്റ്ററിനായിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിൻ ബൈൻഡ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഭാഗമായിട്ടാണ് ആ പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ആ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? ഒരു സൈഡിലേക്ക് ഓക്സിൻ എല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഷെയ്ഡഡ് റീജിയനിലായിരിക്കും ഓക്സിന്റെ അളവ് കൂടുതലും. മറ്റേ ഭാഗം ലൈറ്റ് വരുന്ന ആ ഭാഗം എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ബെൻഡ് ചെയ്ത് പോകുന്നു. ഈ ഒരു ആക്ഷൻ ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ ഈ സ്റ്റെമ്മിൽ കാണുന്ന ഹോർമോൺ ഏതായിരിക്കും? ഓക്സിൻസ് ആയിരിക്കും. ഓക്സിന്റെ ആക്ഷൻ എങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളറിയാം ഹൈപ്പോതലാമിസ്, അതേപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, ഈ ഗ്ലാൻഡുകളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻസും കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് കൂടിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം ഈ കാണുന്നത് ആരാ? ദാറ്റ് ഈസ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെ? കിഡ്നീന്റെ മേളിൽ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്? അഡ്രീനൽ ഗ്ലാൻഡ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ A and B? എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. എ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അത് A കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദ ഔട്ടർ ലെയർ ഇസ് നോൺ ആസ് കോർട്ടെക്സ്, അല്ലെ? കോർട്ടെക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകൾ ഏതൊക്കെയാണ് മക്കളെ? കോർട്ടെക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഹോർമോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. സോ വിച്ച് ആർ ദ 3 types ഓഫ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്? ഫസ്റ്റ് വരുന്നതാണ് നമ്മളുടെ കോർട്ടിസോൾ. സെക്കൻഡ് വരുന്നതാണ് ആൽഡോസ്റ്റിറോൺ ആൻഡ് ദ തേർഡ് വൺ സെക്സ് ഹോർമോൺസ്. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് മെൻഷൻ എനി 2 ഹോർമോൺ ഓഫ് ദിസ് ടൈപ്പ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. നമ്മൾ ഡയറക്റ്റ് ടെക്സ്റ്റുകളുള്ളതാണ്, അല്ലെ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ ആണ് നമ്മളുടെ ബോഡിയിലെ മിനറൽസിന് എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം ചെയ്യുക, ദാറ്റ് ഈസ് ബാലൻസ് ചെയ്യുക. അതേപോലെ തന്നെ വരുന്നതാണ് നമ്മളുടെ സെക്സ് ഹോർമോൺസ് വരുന്നത് നമ്മളുടെ ബോഡിയിലെ സെക്സ് ക്യാരക്ടേഴ്സും സെക്സ് ഡെവലപ്മെന്റ് ബിഹേവിയേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ കൂടിയാണ് ആര്? നമ്മുടെ സെക്സ് ഹോർമോൺസ്. പിന്നെ അതേപോലെ തന്നെ കോർട്ടിസോൾ നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഹോമിയോസ്റ്റാറ്റിസ്, ഗ്ലൂക്കോസിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോണും കൂടിയാണ് ആര്? നമ്മളെ കോർട്ടിസോൾ. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് 2 കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 2 കണ്ടീഷൻസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്ന A കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ബ്ലഡിൽ എന്താ? ഭയങ്കര കുറവാണ്. B കണ്ടീഷൻ കാൽസ്യം ഭയങ്കര കൂടുതലാണ്. ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക,
ഹോർമോൺസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. പക്ഷെ അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും എന്താ നമ്മുടെ ബോഡിക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാകും. സോ ആ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ റിക്വയർഡ് ഫോർ ദ ബി സിറ്റുവേഷൻ. അവിടെ എടുത്തു പറയുന്നുണ്ട്, നമ്മൾ ആദ്യം ആ സിറ്റുവേഷൻ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് ബി സിറ്റുവേഷനിൽ എന്താ പറയുന്നത്, കാൽസ്യത്തിന്റെ അളവ് എന്താ റിക്വയർഡ് ഫോർ ദി ബി സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിറ്റുവേഷൻ പറയുന്നത് കാൽസ്യത്തിന്റെ അളവ് ബ്ലഡിൽ എന്താ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ റിക്വയർഡ് ഫോർ ദ ബി സിറ്റുവേഷൻ. ബിയില് കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്. പക്ഷെ അളവ് കൂടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ അളവിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെ മക്കളെ, നമുക്ക് കാൽസ്യത്തിന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. നമുക്ക് ആദ്യം നോക്കാം, ഈ കാൽസ്യം ഇവിടെ എന്താ ബി കണ്ടീഷനിൽ കൂടുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്, വെരി ഇമ്പോർട്ടൻറ്റ്, തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് ആരിറക്കുന്നു, കാൽസിറ്റോണിനെ ഇറക്കി എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ ബി കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഓൾറെഡി ബി കണ്ടീഷൻ പറയുന്നത് കാൽസ്യം ബ്ലഡിൽ കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഗ്ലാൻഡ് എന്ത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണത്തിന് ഇറക്കി ബ്ലഡിൽ എന്ത് ചെയ്യുന്നു, കാൽസ്യത്തിന്റെ അളവിന് എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. ക്ലിയർ ആണല്ലോ. അതെങ്ങനെയാണ് നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദി ഹോർമോൺ എ സിറ്റുവേഷൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദി ഗ്ലൂക്കോസ് ലെവൽ ഇൻ കാൽസ്യം. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നമുക്കറിയാം, എ സിറ്റുവേഷനിൽ കാൽസ്യത്തിന്റെ അളവ് എന്താ, കാൽസ്യത്തില് ബ്ലഡിന്റെ അളവ് എന്താ, ഭയങ്കര കുറവാണ്. അപ്പൊ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാൽസ്യത്തിന്റെ അളവിന് എന്ത് ചെയ്യണം, കൂട്ടണം. ദാറ്റ് ഈസ് ഒരു മിനിമം ലെവലിൽ മെയിൻറ്റെയിൻ ആക്കണം. അപ്പൊ അവിടെ വരുന്ന ഒരാളാണ് ആര്, നമ്മളുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആര് സെക്രീറ്റ് ചെയ്യുന്നു, പാരാതോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ അതല്ല ചോദിച്ചേക്കുന്നത്, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, ദാറ്റ് ഈസ് ഗ്ലൂക്കോസിന്റെ ലെവൽ നോർമൽ എങ്ങനെ ആക്കുന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്ലഡിൽ എന്ത് ചെയ്യണം, ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോൺ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലഡിൽ എന്താ കണ്ടീഷൻ, ബ്ലഡിൽ നമ്മൾ കാൽസ്യത്തിന്റെ അളവ് കുറവാണ്. അപ്പൊ ബ്ലഡിൽ കൂട്ടണ്ടേ. അപ്പൊ നമുക്ക് ഇവിടെ നേരെ നമ്മളുടെ ബോൺസ്, അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ, കിഡ്നി, ഇവരിലുള്ള എല്ലാ കാൽസ്യത്തിനെയും നേരെ എന്ത് ചെയ്യുന്നു, ബ്ലഡിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ബ്ലഡിൽ എന്ത് സംഭവിക്കുന്നു, ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുന്നു. എങ്ങനെയാ, ബോൺസിൽ നിന്നുള്ള കാൽസ്യത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു, കാൽസ്യത്തിനൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്നു. കിഡ്നിയിലുള്ള റീഅബ്സോർപ്ഷൻ ചെയ്തിട്ടുള്ള കാൽസ്യത്തിന് നേരെ ബ്ലഡിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് എ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം ടാക്കിൾ ചെയ്യാം. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു നമ്മളുടെ, ദാറ്റ് ഈസ് റിലീസിങ് ഹോർമോൺസും ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ഉണ്ട്. ഇത് കൂടാതെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണും കൂടിയാണ്, ദാറ്റ് ഈസ് വാസോപ്രസിൻ ഓർ ADH. ഈ ADHന്റെ ആക്ഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ADH ദാറ്റ് ഈസ് വാട്ടർ ബാലൻസ് ചെയ്യുന്ന ഹോർമോണാണ് ആര്, നമ്മളുടെ ADH. ഈ ADH നമ്മളുടെ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കൂടുന്നതും കുറയുന്നതും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്, ADH. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സമ്മർ സീസൺ നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് 2 സീസൺസ് എന്നിട്ട് ഇതിന്റെ ആക്ഷൻ എങ്ങനെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം സമ്മറിൽ, നിങ്ങളത് കൺസെപ്റ്റ് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം. സമ്മറിൽ എങ്ങനെയാ മക്കളെ, സമ്മറിൽ നല്ല ഭയങ്കര ചൂടായിരിക്കും അല്ലെ. നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സമ്മറിൽ എക്സസീവ് ആയിട്ടുള്ള നമ്മൾ എന്തുണ്ടാവും, എക്സസീവ് ഹീറ്റ് ഉണ്ടാവും. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വെറ്റിംഗ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വാട്ടറിന്റെ കണ്ടന്റ് പുറത്തേക്ക് പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്വെറ്റിലൂടെ പുറത്തേക്ക് പോവുക. അപ്പൊ നമ്മളുടെ യൂറിന്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും, കംപ്ലീറ്റ് വാട്ടർ എന്തിന്റെ ഫോമിലാ പോവുക,
സ്വെറ്റിന്റെ ഫോമിലല്ലേ പോകുന്നത്. അതുകൊണ്ട് യൂറിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറവായിരിക്കും ഏത് സീസണിൽ, സമ്മർ സീസണിൽ. ബിക്കോസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ADHന്റെ അളവ് എന്ത് ചെയ്യുന്നു, വെരി ഇമ്പോർട്ടൻറ്റ്, ADHന്റെ അളവ് കൂട്ടുന്നു. ADHന്റെ അളവ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക, കിഡ്നി എന്ത് ചെയ്യുന്നു, എല്ലാ വെള്ളത്തിനെയും, കിഡ്നിയിൽ വരുന്ന എല്ലാ വെള്ളത്തിനെയും റീഅബ്സോർബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കിഡ്നി എന്ത് ചെയ്യുന്നു, കിഡ്നി ആക്സിലറേറ്റ് ദ റീഅബ്സോർപ്ഷൻ. എല്ലാ ബോഡിയിലുള്ള എല്ലാ വെള്ളത്തിനും, പുറത്തേക്ക് പോകുന്ന എല്ലാ വെള്ളത്തിനും മാക്സിമം റീഅബ്സോർപ്ഷൻ നടത്തുന്നു. അതിന്റെ ഫലമായിട്ട് യൂറിന്റെ പ്രൊഡക്ഷൻ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, യൂറിൻ പ്രൊഡക്ഷൻ സമ്മറിൽ വളരെ അധികം കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ADHന്റെ അളവാണ് നിങ്ങളോട് മെയിൻ ആയിട്ട് എഴുതേണ്ടത്. സമ്മർ സീസണിലെ ADHന്റെ അളവ് കൂടുതലായിരിക്കും. ADHന്റെ അളവ് കൂടുന്ന ഭാഗമായിട്ടാണ് കിഡ്നി എല്ലാ വാട്ടർ സോഴ്സസിനെയും വലിച്ചെടുത്ത് നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എവിടെ പഠിക്കുക, വിന്ററിൽ അല്ലെ. നമുക്ക് വിന്ററിൽ എന്താ മക്കളെ സംഭവിക്കുക, വിന്ററിൽ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. വിന്ററിൽ നമുക്ക് സ്വെറ്റിംഗ് കുറവായിരിക്കും, ഹീറ്റ് അധികം ഉണ്ടാവില്ല, ഹൈഡ്രേറ്റഡ് ആയിരിക്കും, ഓവർ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തോന്നും, നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് ഓൾറെഡി കൂടുതലാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ എന്താ പറയാ, ഓൾറെഡി വെള്ളം ബോഡിയിൽ ഉണ്ട് അല്ലെ. അപ്പൊ ഈ വെള്ളത്തിന് നമുക്ക് ഇനി റീഅബ്സോർബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ADHന്റെ റോൾ അവിടെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ADHന്റെ അളവ് അവിടെ ഭയങ്കര എന്തായിരിക്കും, കുറവായിരിക്കും. ADHന്റെ അളവിന്റെ കുറവായതുകൊണ്ട് തന്നെ കിഡ്നി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, നോ റീഅബ്സോർപ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ബോഡിയിൽ നമ്മുടെ വെള്ളം മെയിൻറ്റെയിൻഡ് ആണ്. അതുകൊണ്ട് യൂറിന്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും, യൂറിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ. ഈ കണ്ടീഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് കുറെ വട്ടം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറ്റി മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാക്കിൾ ചെയ്യാം. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓരോ ഹോർമോൺസും ഓരോ ഗ്ലാൻഡിൽ നിന്നും റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കി മാക്സിമം എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കാം. ക്ലിയർ ആണല്ലോ. ഇനി അതേപോലത്തെ ഒരു ഹോർമോൺ ആണ് നമുക്കറിയാം, നമ്മൾ 24 റിതം, നമ്മുടെ ബോഡിന്റെ ഒരു ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും, റിതമിക് കണ്ടീഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്മോളസ്റ്റ് ഗ്ലാൻഡ്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ആ പീനിയൽ ഗ്ലാൻഡ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ദ സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ്. നമ്മൾ എണീക്കുന്നതും ഉറങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ മേജർ റോൾ ഇൻ കൺട്രോൾ ഇൻ ദ റിതമിക് ആക്ടിവിറ്റി. റിതമിക് എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുക, രാവിലെ എണീക്കുന്നു, അതാവും നമ്മൾ ഡേയിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, നൈറ്റ് നമ്മൾ ഈ സമയമാകുമ്പോൾ ഉറങ്ങുന്നു, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഹോർമോണാണ്. ആ ഹോർമോണിന്റെ പേര് പഠിക്കുക, ദാറ്റ് ഈസ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഈ പറയുന്ന ആക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിന്റെ പേരാണ് ദാറ്റ് ഈസ് പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മളുടെ മനുഷ്യന്റെ ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇൻ ദ ലാസ്റ്റ് വൺ സി വരുന്നത്, നെയിം ദ അനദർ നെയിം ഓഫ് ദിസ് ഗ്ലാൻഡ്. മക്കൾ, നമ്മൾ ഒരു ദിവസത്തെ എല്ലാ 24 കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വേറൊരു പേരും കൂടി വിളിക്കാം, ദാറ്റ് ഈസ് ബയോളജിക്കൽ ക്ലോക്ക് എന്നും നമുക്ക് പീനിയൽ ഗ്ലാൻഡിനെയും കൂടി അറിയപ്പെടാം. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നിട്ട് ഈ ഗ്രാഫിൽ നിന്നും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും ഇങ്ങനെയല്ല പഠിക്കുന്നത് അല്ലെ. നമ്മൾ ഡയറക്റ്റ് എന്താ പറയുക, പാരഗ്രാഫ് വരുന്നു, വായിക്കുന്നു, ഇതാക്കുന്നു. പക്ഷെ ആ വായിക്കുന്ന കണ്ടന്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി അത് എവിടെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളിത് പഠിക്കാൻ. പ്രത്യേകിച്ച് പാങ്ക്രിയാസ് അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡ്, ഈ പറയുന്ന ഗ്ലാൻഡുകളൊക്കെ നല്ല രീതിയിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ഒരു 3% ഗ്ലൂക്കോസിന്റെ അളവ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ മക്കളെ. നമ്മൾ ആദ്യം ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ നിങ്ങൾ പഠിക്കാം. ദാറ്റ് ഈസ് 70 to 110. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ വരാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റിക്സ് ഓർ 120 കൂടുതൽ, 110 120 ആ റേഞ്ചിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് ഏത് പേഴ്സണിനായിരിക്കും ഡയബറ്റിക്സ് വരാൻ ചാൻസ് കൂടുതൽ? നോർമലിനേൽ കൂടുതലാണെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ്. സോ ഇവിടെ പേഴ്സൺ ബിക്കാണ് എന്ത് സംഭവിച്ചേക്കുന്നത്,
പേഴ്സൺ ബിക്കാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഡയബറ്റീസ് കണ്ടീഷൻ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂടിയേക്കുന്നത് പേഴ്സൺ ബിക്കാണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഹൗ ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ത്രൂ ദി ഗ്രാഫ്. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കി? ഈ ഗ്രാഫിൽ നിന്ന് ബി പേഴ്സൺ ആണ് ഗ്ലൂക്കോസ് കൂടുതലെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ റേഞ്ച് അല്ലെ 120ക്ക് അപ്പുറം അബൌട്ട് FBS എന്ന് ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നിങ്ങൾ ഇതിന് 126 മേലെ വന്നു കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്തായിരിക്കും? ഡയബറ്റീസ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഉള്ള ക്ലൂ. ഇതിൽ നിന്നിട്ടാണ് അല്ലെ 120 കഴിഞ്ഞ അയാൾക്ക് ഏകദേശം 180 വരെ വന്നിട്ടുണ്ട്. അപ്പൊ ബി പേഴ്സൺ ആയിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക? ഡയബറ്റീസ് വന്നിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ മക്കളെ? നമുക്കിനി ബി ക്വസ്റ്റ്യൻ നോക്കാം. Further testing revealed that is the patient has diabetes 1. പിന്നീട് ഈ പേഴ്സണ് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ഡയബറ്റിക്സിൽ യാതൊരു മാറ്റവും ഇല്ല, അളവ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണ് ഡയബറ്റീസ് 1 ആണെന്ന് ഉറപ്പിച്ചു. അതെന്തായിരിക്കും കാരണം? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഡയബറ്റീസ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസ് 1 കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇൻസുലിന്റെ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ കപ്പാസിറ്റി പ്രൊഡക്ഷൻ ഇവിടെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ലോസ്റ്റ് ആകുന്നു. ബിക്കോസ് ഓഫ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസിന്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ വന്നത് കൊണ്ടിട്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചേക്കുന്നത് മക്കളെ? ആ ഒരു എന്താ പറയുക, ആ പേഴ്സണിന് ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി ഡയബറ്റീസ് കണ്ടീഷനായി മാറിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ റീസൺ ഫോർ ദി ഇൻക്രീസിങ് ഇൻ ദി ഡയബറ്റിക്സ് 2 ഇൻ ചിൽഡ്രൻസ്? ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 2 കണ്ടീഷനാണുള്ള ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. അതിൽ ടൈപ്പ് 2 നമ്മളിപ്പോൾ ടൈപ്പ് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, നമ്മുടെ ബീറ്റാ സെൽസിന്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കും വരുന്ന ഒരു അസുഖം, നമ്മൾ പ്രായം നോക്കിയല്ല നമ്മൾ ഗ്ലൂക്കോസിന്റെ ഇത് വെക്കാം. എല്ലാവർക്കും ഏത് ഏജിലുള്ള ആൾക്കാർക്ക് എന്ത് വരാം? ഡയബറ്റീസ് വരാം. ഇനി കുട്ടികളുടെ കേസിലാണെങ്കിൽ അവർക്ക് എന്തൊക്കെ കൊണ്ടിട്ടായിരിക്കാം ഡയബറ്റീസ് 2 എന്ന് പറയുന്ന കണ്ടീഷൻ വരാം? വളരെ ഈസി അല്ലേ? നമ്മൾക്കറിയാം നമ്മളുടെ കുട്ടികൾക്ക് അവർക്ക് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവരെന്ത് ചെയ്യുന്നു? ലാക്ക് ചെയ്യുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സസൈസ്, പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഫുഡ് ഹാബിറ്റസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ കഴിച്ചു വരുന്ന അല്ലെങ്കിൽ അവർ ജീവിച്ചു വരുന്ന ലൈഫ് സ്റ്റൈല്, ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഒബിസിറ്റി, ഇതൊക്കെയാണ് മെയിൻലി എന്ത് ചെയ്യുക? ഈ കുട്ടികൾക്ക് വരാനുള്ള ഡയബറ്റീസ് 2 വരാനുള്ള മെയിൻ റീസൺസ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. റൈറ്റ് എനി 2 consequences that can be if diabetes not controlled. ഡയബറ്റീസ് കൺട്രോൾഡ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസ് ആണ്, എന്തൊക്കെ വിപത്തുകളായിരിക്കും നമുക്കിനി വരാൻ ചാൻസ് ഉണ്ടാവുക അല്ലേ? ഓവറായിട്ട് നമ്മൾ ഇതാക്കിയാൽ നമ്മുടെ വിഷൻ അത് ബാധിക്കും. എന്താ പറയുക, പുവർ വിഷൻ ആയി പോകും. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് വരാം. ഹാർട്ട് ഡിസീസസ് ലൈക്ക് സ്ട്രോക്ക് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു മുറിവ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു പോർഷൻ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ മെയിൻലി എന്ത് ചെയ്യാം? ഡയബറ്റീസ് റിലേറ്റഡ് ഉള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതാണ് ആ ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇതേപോലെ തന്നെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ. എന്തുകൊണ്ട് ആ പേഴ്സൺ ഈ അസുഖം വന്നു, എങ്ങനെയാണ് ആ പേഴ്സൺ അത് മാറ്റിയെടുക്കേണ്ടത്, ഈ ഒരു ലെവലിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് വീണ്ടും നമ്മൾ സിന്തറ്റിക് ഹോർമോൺസിന്റെ നോക്കാം. സിന്തറ്റിക് ഹോർമോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും 2 സിന്തറ്റിക് ഹോർമോൺസിന്റെ പേര് പറഞ്ഞ മക്കളെ. ദാറ്റ് ഈസ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സിന്തറ്റിക് എന്നുള്ള ഫുൾ നെയിം നിങ്ങൾ എഴുതുക. ദാറ്റ് ഈസ് സിന്തറ്റിക് ഓക്സിൻ ഉണ്ട്, സിന്തറ്റിക് ജിബർലിൻ. 2 എക്സാമ്പിൾ എന്ത് ഇവിടെ എഴുതാം. ഓക്കെ, ഇവരൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസേജ് ഓഫ് 2,4-D കുറച്ച് ഇൻഡെപ്ത് ആണ്, മീൻസ് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2,4-D എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ സിന്തറ്റിക് ഓക്സിനിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഓക്സിന്റെ വേറൊരു ഫോമാണ് എന്ത്? 2,4-D. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ പർപ്പസിനാണ്. എന്തുകൊണ്ടിട്ടായിരിക്കും 2,4-D അഗ്രികൾച്ചർ പർപ്പസിന് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം മക്കളെ. 2,4-D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2,4-D മെയിൻലി നമ്മളൊരു പ്ലാന്റ് വളർത്തുന്ന സമയത്ത് ഈ പറയുന്ന വേറെയും ചെറിയ ചെറിയ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വളരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? മെയിൻ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വീഡിസൈഡ്. ദാറ്റ് ഈസ് വീഡിസൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ട് അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്ത്? 2,4-D. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ അവിടെ എഴുതുക, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വീഡിസൈഡ്സ് ടു കിൽ ദി അൺവാണ്ടഡ് പ്ലാന്റ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം
നമ്മുടെ ഈ പറയുന്ന ട്രക്കിയ, ദാറ്റ് ഈസ് നമ്മുടെ വിൻഡ് പൈപ്പിന്റെ അവിടെ ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് ആര്, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കിയിരിക്കുന്ന സെൽസുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോളിക്കുലാർ സെൽസ്. ഓക്കെ, മീൻസ് ഫോളിക്കിൾസ് എന്ന് തന്നെ വിളിക്കാം. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സെൽസ് നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ആണ് എന്ത്, ഫോളിക്കുലാർ സെൽസും ഫോളിക്കുലാർ സെൽസ്, ആൻഡ് അനദർ വൺ ഇസ് പാരാഫോളിക്കുലാർ സെൽസ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ചെയ്യുന്നു ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ടു ടൈപ്സ് ഓഫ് സെൽസ് ആൻഡ് മെൻഷൻ ദി ഹോർമോൺസ് റിലീസ്ഡ് ഫ്രം ദീസ് സെൽസ്. ഓക്കെ, അപ്പൊ ഫോളിക്കുലാർ സെൽസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണെ വിളിക്കുന്ന പേരാണ് തൈറോക്സിൻ. എന്താ വിളിക്കുക, തൈറോക്സിൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ തൈറോക്സിനെ വേറൊരു ടേമും കൂടി മെൻഷൻ ചെയ്ത് ദാറ്റ് ഇസ് T4 എന്നും കൂടി വിളിക്കും. മക്കളെ നിങ്ങൾ അത് ഇപ്പോഴേ തന്നെ പഠിക്കാം. ഈ തൈറോക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു എലമെന്റ് വെച്ചിട്ടാണ്. ദാറ്റ് ഇസ് ഈ എലമെന്റിന്റെ പ്രൊഡക്ഷൻ കൊണ്ടിട്ടാണ് തൈറോക്സിൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ആ എലമെന്റ് ആണ്, ദാറ്റ് ഇസ് അയോഡിൻ. ഓക്കെ, ഈ അയോഡിൻ 4 വരുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് വിളിക്കുക, തൈറോക്സിൻ എന്ന് വിളിക്കാം. ഓക്കെ, ടെട്രാ ഐഡോ തൈറോണിൻ എന്നും കൂടി ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ T4 എന്നുള്ള ടേം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തൈറോക്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ദാറ്റ് ഇസ് T4. ഇറ്റ് കണ്ടെയ്ൻ അയോഡിൻ. ക്ലിയർ ആണല്ലോ. ഇനി അതേപോലെ തന്നെ പാരാഫോളിക്കുലാർ സെൽസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്, കാൽസിറ്റോണിൻ. എന്താ വിളിക്കുക, കാൽസിറ്റോണിൻ. ക്ലിയർ ആണല്ലോ. നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹോർമോൺസിന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്, അല്ലെ? അപ്പൊ ഈ ഹോർമോൺസിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻ, ഇൻ ദ കേസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഹോർമോണിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും കുറച്ച് ഡിസോർഡേഴ്സ് കോസ് ചെയ്യും. മക്കളെ, ആ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്കൊന്ന് അറിഞ്ഞിരിക്കുക. ഹൈപ്പർ, ഹൈപ്പോ. ഹൈപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർ സെക്രീഷൻ. ഓക്കെ, അതേപോലെ തന്നെ ലോ സെക്രീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈപ്പോ സെക്രീഷൻ. അങ്ങനെയാണെങ്കിൽ ഹോർമോണിന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ തൈറോയിഡിന്റെ അളവ് കൂടുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈപ്പർ തൈറോയിഡിസം. കുറയുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈപ്പോ തൈറോയിഡിസം. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് കേസാണ് നമ്മൾ മെയിൻലി പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ തൈറോക്സിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഇസ് അയോഡിൻ. ഈ അയോഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 3 ഡിസീസസിന്റെ എന്താണ് റീസൺ എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. ഓൾറെഡി നമ്മൾ അത് പറഞ്ഞു, ദാറ്റ് ഈസ് ഫ്ലക്ച്വേഷൻ ഇൻ ദി ഹോർമോൺ ലീഡ് ടു സർട്ടൻ ഡിസീസ് കണ്ടീഷൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മൾ പറഞ്ഞു ഓവർ സെക്രീഷൻ, അല്ലെ? ഓവർ സെക്രീഷൻ അല്ലെ എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് അളവ് കൂടിക്കഴിഞ്ഞാൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇനി തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ്, തൈറോക്സിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇനി അയോഡിന്റെ അളവ്, ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ഇസ് ലീഡ്സ് ടു നെക്കിന്റെ ഒരു പോർഷൻ സ്വെല്ല് ചെയ്ത് വരും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. ക്ലിയർ ആണല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്കിനി അതിൻ്റെ ഉള്ളിൽ നിന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് റിലേറ്റഡ് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ താഴ്ത്തിട്ടിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമുക്കറിയാം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, അല്ലെ? കുട്ടികൾ അവരൊരു ഏജ് ആവുമ്പോൾ, മീൻസ് അവരുടെ കുട്ടികൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഹോർമോൺ കൂടിയാണ് എന്ത്, തൈറോക്സിൻ. കാരണം കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും അല്ലെങ്കിൽ പ്രോസസ്സിംഗ് മെന്റൽ റിട്ടാർഡേഷൻസ് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ മസ്റ്റായിട്ട് കുട്ടികളിൽ അത് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഹോർമോണെ വിളിക്കുന്ന പേരെന്താ, തൈറോക്സിൻ. ക്ലിയർ ആണല്ലോ. തൈറോക്സിൻ ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റിനും മെന്റൽ ബ്രെയിൻ ആക്ടിവിറ്റീസിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഹോർമോൺ റിലീസ് ചെയ്തില്ലെങ്കിൽ, ഈ പറയുന്ന തൈറോക്സിൻ കുട്ടികളുടെ ആ ഡെവലപ്മെന്റ് ഫേസ് റിലീസ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്, ക്രിറ്റിനിസം. എന്താ വിളിക്കുക, ക്രിറ്റിനിസം. ആ കുട്ടികൾക്ക് മെന്റൽ റിട്ടാർഡഡ് ആയിട്ടുള്ള ഇതായിരിക്കും ബ്രെയിൻ ഡെവലപ്മെന്റ്. എന്താ പറയുക, ബ്രെയിൻ ഡെവലപ്മെന്റ് അവരുടെ ബോഡിയിൽ നടക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അത് റിലീസ് ചെയ്തില്ലെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്രിറ്റിനിസം. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ടേംസുകളെല്ലാം സെപ്പറേറ്റ് മാറ്റി വെക്കുക. ദാറ്റ് ഈസ് ഡയബറ്റീസ് മെലിറ്റസ് എന്താണ്, അല്ലെങ്കിൽ ജൈജാൻഡിസം എന്താണ്, അക്രോമെഗാളി എന്താണ്, പിന്നെ അതേപോലെ തന്നെ ക്രിറ്റിനിസം എന്താണ്, ഈ ടേംസ് നിങ്ങൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, ഒരു ബുക്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പോയിന്റ് എഴുതി നിങ്ങൾ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കുക. കാരണം ഇത് വെച്ചിട്ട് എക്സാമിനും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? എക്സാമിന് ചിലപ്പോൾ ഒരു ഡിസീസിന്റെ കണ്ടീഷൻ തരും, നിങ്ങളോട് അത് എന്താണ് റീസൺ എന്ന് എഴുതാൻ പറയും. അപ്പോൾ ക്രിറ്റിനിസം എന്താ, ക്രിറ്റിനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൈറോക്സിന്റെ അളവ് കുട്ടികളിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്രിറ്റിനിസം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് പഠിക്കാൻ. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ
എന്താ പറയുക കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിട്ടേക്കുന്നത്. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്ര അഡ്വാൻസ്ഡ് അല്ല, പക്ഷെ നമ്മൾ ആ ടോപ്പിക്സ് ഒന്നും കൂടി പഠിച്ച് നല്ല ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ടുണ്ട്, ഗ്ലൈക്കോജൻ പൊട്ടിച്ചിട്ട് ഗ്ലൂക്കോസും ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന സോഴ്സ് ആണ് ഗ്ലൂക്കോസ്. അത് പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിലേക്ക് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോജൻ. അത് ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമ്മളത് കഴിച്ച് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആ ഗ്ലൂക്കോസിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഗ്ലൈക്കോജൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലൂക്കോസിന് എന്താക്കി മാറ്റി, ഗ്ലൈക്കോജൻ. ആ എക്സ് എന്ന് പറയുന്ന ഹോർമോൺ ആരാ? എക്സ് എന്ന് പറയുന്ന ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ. ഇനി ഗ്ലൂക്കോസിനെ പൊട്ടിച്ചിട്ട് എന്താക്കി മാറ്റി, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കി മാറ്റി, ഗ്ലൂക്കോസ് ആക്കി മാറ്റി. അപ്പൊ അവിടെ വൈ ഉപയോഗിക്കുന്ന ഏത് ഹോർമോൺ ആയിരിക്കും? ദാറ്റ് ഈസ് വൈ വരുന്നതാണ് ഗ്ലൂക്കഗൺ. ക്ലിയർ ആണല്ലോ. ഇതിന്റെ ആക്ഷൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം. ദാറ്റ് ഈസ് ബ്ലഡില് നമ്മൾ ആ സൈക്കിൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ബ്ലഡിൽ എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇൻ ദി കേസ് ഓഫ് ദി ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ആര് വരുന്നു? നമ്മുടെ ബീറ്റാ സെൽസ് അല്ലെ. ബീറ്റാ സെൽസ് ആരെ റിലീസ് ചെയ്യുന്നു? ഇൻസുലിനെ റിലീസ് ചെയ്യുന്നു. ഈ ഇൻസുലിൻ എന്താ ചെയ്യുക? നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എന്താ ചെയ്യുക? ലിവറിലേക്ക് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജൻ ആയിട്ട് എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. ക്ലിയർ ആണല്ലോ. ഈ പറയുന്ന ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ആ ഹോർമോൺ ആണ് ആര്? ഇൻസുലിൻ. ഇനി എൻ്റെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഭയങ്കര കുറവാണെന്ന് വിചാരിക്കാം. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ ഭയങ്കര കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ലിവറിൽ ഓൾറെഡി എന്താ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഗ്ലൈക്കോജൻ ഇല്ലേ മക്കളെ? ഈ ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. ഇതാണ് ആ സൈക്കിൾ. ഈ സൈക്കിൾ മര്യാദക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് നോക്കാം. എക്സും വൈ ഏതാ? ഇൻസുലിൻ, ഗ്ലൂക്കോഗൺ. എക്സ് വൈ ഹോർമോൺ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഈ പ്രോബ്ലം തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് നോക്കാം. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്ന എപ്പോഴാ? ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുതലാണെങ്കിൽ ബ്ലഡ് അത് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി എപ്പോഴാണ് നമ്മൾ റിലീസ് ചെയ്യുക? എപ്പോഴാണോ അയാളുടെ അളവ് കുറവാണെങ്കിൽ അല്ലെ, ഗ്ലൈക്കോജനെ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്ലഡിൽ സപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഏത് ഗ്ലാൻഡ് ആയിരിക്കും ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക? നമുക്കറിയാം പാൻക്രിയാസ് അല്ലെ, പാൻക്രിയാസ് ഗ്ലാൻഡ്. റൈറ്റ് ദി അനദർ ആക്ഷൻ ഓഫ് ദി വൈ ആരാ? ഗ്ലൂക്കഗൺ. ഈ ഗ്ലൂക്കഗൺ ഗ്ലൂക്കോസിന്റെ ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? നമ്മൾ ഓൾറെഡി ഇവിടെ പഠിക്കുന്നുണ്ട്. ലിവർ അല്ലെ, ലിവർ എന്താ ചെയ്യുക? ലിവർ ഈ പറയുന്ന ഗ്ലൈക്കോജനെ, മക്കളെ ശ്രദ്ധിക്കുക, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കുന്നു. ഇങ്ങനെയാണ് നമ്മളെ ബ്ലഡിൽ എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതല്ലാതെ വേറെ ഏത് രീതിയിലായിരിക്കാം? ദാറ്റ് ഈസ് അമിനോ ആസിഡ്സിനെയും ബ്രേക്ക് ഡൗൺ ചെയ്ത്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ട്. അമിനോ ആസിഡ്സിനെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് റിലീസ് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് സിന്റെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് നമ്മൾ ഇതേപോലെ തന്നെ ഗ്ലൂക്കോസ് പഠിച്ച അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് കാൽസ്യത്തിന്റെ അളവും കൂടി നമുക്ക് പഠിക്കണം. ആദ്യം ആ റഫ് ഫിഗേഴ്സ് എല്ലാം നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് കാൽസ്യം അല്ലെ, കാൽസ്യം നമുക്ക് ഹോർമോൺ ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ റിലീസ് ചെയ്യുന്നു. ആരെ? അളവ് കുറക്കുന്ന ആളാണ് ആര്? നമ്മളുടെ കാൽസിറ്റോണിൻ എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിന്റെ അളവിനെ കുറക്കുന്നു. പക്ഷേ കാൽസ്യത്തിന്റെ അളവ് ഒത്തിരി കുറയാനും പാടില്ല. നമ്മളെ ബ്ലഡിൽ എന്ത് ചെയ്യണം? കാൽസ്യത്തിന്റെ അളവ് കൂട്ടണം. അപ്പൊ ആരാ വരാ? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ആരാണ്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസ്യത്തിന് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഏത് ഹോർമോൺ ഇറക്കി? പാരാതോർമോൺ ഇറക്കി ബ്ലഡില് കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നു. ഇതാദ്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് 2 ഗ്ലാൻഡ് ആണ് മക്കള്, വെരി ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവ് ഒരാൾ തന്നെ ചെയ്യാം, ഒരു ഗ്ലാൻഡാ ചെയ്യാം. പാൻക്രിയാസ് തന്നെ 2 ആൾക്കാർ ഇറക്കി ഇൻസുലിനെ ഗ്ലൂക്കോഗനെ ഇറക്കിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ ഇവിടെ കാൽസ്യത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 ഗ്ലാൻഡ് 2 ഹോർമോൺസാണ്. അത് മസ്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക. കാൽസ്യത്തിന്റെ അളവിനെ കുറക്കുന്ന ആളാണ് ആര്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്. ബ്ലഡിൽ കൂടുതലാണെങ്കിൽ കുറക്കുന്ന ആളാണ് ആര്? തൈറോയ്ഡ് ഗ്ലാൻഡ്. ബ്ലഡിൽ കൂട്ടുന്ന കാൽസ്യത്തിന്റെ അളവിനെ കൂട്ടുന്ന ആളാണ് ആര്? നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, എക്സും വൈയും എന്ന് പറഞ്ഞ 2 ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം.
മക്കളെ എക്സ് നോക്കിയേ, ബോൺസിൽ കാൽസ്യത്തിനെ നേരെ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ബ്ലഡിലേക്ക് പാസ് ചെയ്യാം. ബോണിലെ കാൽസ്യത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ കാൽസ്യത്തിന് എന്ത് ചെയ്യുന്നു? ബ്ലഡിലാണ് കൊടുക്കുക. എപ്പോഴാണ് മക്കളെ ബ്ലഡിലേക്ക് കാൽസ്യത്തിനെ കൊടുക്കുക? ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ മാത്രമേ ബോൺസിൽ നിന്ന് കാൽസ്യത്തിന് എങ്ങോട്ടേക്ക് കൊടുക്കുള്ളൂ? ബ്ലഡിലേക്ക് കൊടുക്കുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലായോ? ബോൺസിൽ നിന്നുള്ള കാൽസ്യത്തിനെ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? നമ്മുടെ ബ്ലഡിലേക്ക് കൊടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും കണ്ടീഷൻ? ആ കണ്ടീഷൻ എന്തായിരിക്കും? നമ്മളുടെ ബോഡിയിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡില് കാൽസ്യത്തിന്റെ അളവ് കുറവായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? കാൽസ്യത്തിന്റെ അളവ് കുറവായിരുന്നപ്പോൾ ബോൺസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിനെ കൊടുത്തു. സോ അങ്ങനെയാണെങ്കിൽ ആ ഹോർമോൺ ഏതായിരിക്കും കാൽസ്യത്തിനെ സപ്ലൈ ചെയ്തത്? എവിടുന്ന? നമുക്കറിയാം ബോൺസിൽ കാൽസ്യം കൂടുതലായിരുന്നു, അപ്പൊ ബ്ലഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ഹോർമോൺസിന്റെ അളവ് എന്ത് ചെയ്യണാണ്? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സ് ഹോർമോൺ ആരായിരിക്കും? എക്സ് ഹോർമോൺ ഇസ് പാരാതോർമോൺ. എക്സ് ഹോർമോൺ ആരായിരിക്കും? നമ്മളുടെ പാരാതോർമോൺ ആയിരിക്കും അവിടെ വരിക. ക്ലിയർ ആണല്ലോ? ഇനി വൈ എന്ന് പറയുന്നത് ആരായിരിക്കും? വൈ നേരെ തിരിച്ച്, ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്, നേരെ ആർക്ക് കൊടുത്തു? ബോൺസിലേക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ ബ്ലഡിൽ കൂടുതലാണ്, അത് നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ബോൺസിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാരാതോർമോൺ ആണെങ്കിൽ ഇവിടെ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കല്ലേ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ വൈ എന്ന് പറയുന്ന ഹോർമോൺ ആരായിരിക്കും? വൈ വരുന്നത് മക്കളെ, എക്സ് വരുന്നത് പാരാതോർമോൺ ആണെങ്കിൽ വൈ വരുന്നത് നമ്മളുടെ കാൽസിറ്റോണിൻ. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ എക്സും വൈയും നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. എക്സ് വരുന്നത് നമ്മളുടെ പാരാതോർമോണും വൈ വരുന്നത് നമ്മളുടെ കാൽസിറ്റോണിനുമാണ്. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ഗ്ലാൻഡ് ഇസ് പ്രൊഡ്യൂസ് വൈ, അല്ലെങ്കിൽ ഹോർമോൺ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏത് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെ. കാൽസിറ്റോണിൻ ആണെങ്കിൽ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ അനദർ ആക്ടിവിറ്റി പെർഫോംഡ് ബൈ എക്സ് ടു റേസ് ദി കാൽസ്യം ഇൻ ദി ബ്ലഡ്. അപ്പോൾ ഓൾറെഡി ഒരു കേസ് ഇവിടെ തന്നിട്ടുണ്ട്. ബോൺസിൽ നിന്ന് കാൽസ്യത്തിന് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ബ്ലഡിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ ബോൺസിലെ കാൽസ്യം നേരെ നമ്മുടെ ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ ബ്ലഡിൽ എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നു. ഇത് കൂടാതെ വേറെ ഏതൊക്കെ മെത്തേഡ്സിലൂടെ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടാം? നമുക്ക് അവിടെ ഡയഗ്രാം ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻഡസ്റ്റൈൻ അല്ലെ, നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈനും അതേപോലെ തന്നെ കിഡ്നി. ഇവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാൽസ്യത്തിനെ റീഅബ്സോർബ് ചെയ്ത് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ബ്ലഡിലേക്ക് കൊടുക്കുന്നു. ബ്ലഡിൽ അപ്പൊ എന്ത് കൂടുന്നു? കാൽസ്യത്തിന്റെ അളവ് കൂടുന്നു. ഇതാണ് അവിടെ വരുന്ന ആൻസർ. ക്ലിയർ ആണല്ലോ? റൈറ്റ് ദ അനദർ ആക്ടിവിറ്റി പെർഫോംഡ് ബൈ ദി എക്സ്. എക്സ് ആര നമ്മുടെ കാൽസിറ്റോണിൻ ആണ്. എക്സ് ആര പാരാതോർമോൺ ആണ്. പാരാതോർമോൺ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് എന്ത് ചെയ്യുക? കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ രീതിയാ? ബോൺസിൽ നിന്നും ഓൾറെഡി സപ്ലൈ ചെയ്തു. ഇതേപോലെ തന്നെ കിഡ്നിയിൽ നിന്നും ഇൻഡസ്റ്റൈനിൽ നിന്നും എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിനെ റീഅബ്സോർബ് ചെയ്ത് നേരെ ബ്ലഡിലേക്ക് കൊടുക്കുന്നു. ബ്ലഡിൽ അപ്പൊ എന്ത് കൂടുന്നു? കാൽസ്യത്തിന്റെ അളവ് കൂടുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് ആ റീജിയനിൽ വരുന്ന ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ നമുക്ക് ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാം? പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് സെയിം തന്നെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈപ്പ് തന്നെ, അതൊന്ന് വേറെ രീതിയിൽ ഒന്ന് ചോദിച്ചെന്നുള്ളൂ. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, പി. പിന്നെ അതുപോലെ തന്നെ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവിന് കൂട്ടുന്ന ഹോർമോൺ ഏതാ? ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗൺ. ഇനി ക്യൂ വരുന്നതാണ് നമ്മളുടെ ഇൻസുലിൻ. വിച്ച് സെൽസ് പ്രൊഡ്യൂസ് പി ഹോർമോൺ? പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? നമ്മളുടെ ആൽഫ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ആൽഫ സെൽസ് ആണ് ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ് ദ ഗ്ലാൻഡ് വേർ ദീസ് സെൽസ് ആർ ഫൗണ്ട്. ഏത് ഗ്ലാൻഡാ? നമ്മുടെ പാൻക്രിയാസിലാണ് ഈ പറയുന്ന നമ്മളെ ഗ്ലൂക്കഗണും ഇൻസുലിനും എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ ബീറ്റാ സെൽസ്. ഇതൊക്കെ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? നന്നായിട്ട് ഓർത്തിരിക്കുക, നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കൺസെപ്റ്റ് പഠിക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ക്യൂ റെഗുലേറ്റിംഗ് ദി ഗ്ലൂക്കോസ് ലെവൽ. നമ്മൾ ക്യൂ ആരാ? ഇൻസുലിൻ. ഇൻസുലിൻ എങ്ങനെയാ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇൻസുലിൻ എന്താ ചെയ്യുക? ഇൻസുലിൻ നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഇൻസുലിൻ ഇറങ്ങുന്നു. ഇൻസുലിൻ നേരെ പോയിട്ട് ലിവറിൽ ചെന്നിട്ട് എന്താ ചെയ്യുക? ഗ്ലൂക്കോസിനെ ലിവർ നേരെ എന്താക്കി മാറ്റുന്നു? ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ആരെ പരിപാടി? നമ്മളുടെ ക്യൂ എന്ന് പറയുന്ന ഹോർമോൺ, ദാറ്റ് ഈസ് ഇൻസുലിൻ ഹോർമോണിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി write any two lifestyle habits that would be adopted to control diabetics 2
വിച്ച് ഇസ് കോമൺലി സീൻ ഇൻ ചിൽഡ്രൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലേ. നമ്മൾ ടൈപ്പ് 2 ഡിസീസ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾഡ് ആക്കുക. പിന്നെ അതേപോലെ തന്നെ ഒബീസുള്ള കാര്യങ്ങളൊക്കെ, ഡയറ്ററി ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി അവിടെ റൈറ്റ് എനി ടു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലാക്ക് ആവാം, അതേപോലെ തന്നെ ഒബീസ് കണ്ടീഷൻസ് ആവാം, അൺഹെൽത്തി ഫുഡ്, ജങ്ക് ഫുഡ്സിന്റെ ഒക്കെ നല്ല രീതിയിലുള്ള ഇൻടേക്ക് ആവാം. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഡയബറ്റീസ് 2 കണ്ടീഷൻസ് കുട്ടികളിൽ മെയിൻലി കണ്ടുവരിക. ക്ലിയർ ആണല്ലോ മക്കളെ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, നമ്മളുടെ ഹൈപ്പോതലാമസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് evaluate the statement related to the hormone and answer the below. Stored in the pituitary gland, posterior lobe of pituitary gland helps to maintain water balance maintains in the hormone eda, that is ADH. It is also known as vasopressin. ഓക്കെ, ഇനി അതിന്റെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, വിന്ററിലും സമ്മറിലും എങ്ങനെയാണ് ADHന്റെ റോൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നോക്കിയ മക്കളെ, അതായത് നമുക്കറിയാം നമ്മളുടെ എല്ലാ ഹോർമോൺ, എൻഡോക്രൈൻ ഉദ്ദേശിക്കുന്നത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ. ഇവർ ഡയറക്റ്റ് എന്താ ചെയ്യുക, ബ്ലഡിലേക്കാണ് സപ്ലൈ, മീൻസ് ബ്ലഡിലേക്ക് അവർ റിലീസ് ചെയ്യുക. അതുകൊണ്ട് ഇവർ വിളിക്കുന്ന പേരാണ് ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്നും കൂടി ആരെ വിളിക്കും, ഹോർമോൺസിനെ വിളിക്കും, ഓർ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ വിളിക്കും. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് എല്ലാ പ്രൊഡക്ഷൻസ് എല്ലാം വരുന്ന ആളാണ് നമ്മളുടെ ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസിലാണ് എല്ലാ ഹോർമോൺസിനെ മെയിൻലി എന്താ പ്രൊഡ്യൂസ് ചെയ്യുക. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റിലീസിങ് ഹോർമോൺസ് ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്, വാസോപ്രസിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഉണ്ട്. ഈ 4 ഹോർമോൺസ് ആണ് മെയിൻലി ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് എ ആൻഡ് സ്റ്റോർഡ് ഇൻ ബി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എ എന്താന്ന് ആദ്യം നോക്കാം. എ ആണ് നമ്മളുടെ ന്യൂറോ സെക്രട്ടറി സെൽ. ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന സെൽസുകളാണ് ആര്, ന്യൂറോ സെക്രട്ടറി സെൽസ്. ഓക്കെ, ഇനി ബി വരുന്നതാണ് നമ്മളുടെ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ആൻഡ് C1 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 2 സ്ഥലത്തും പോസ്റ്റീരിയർ എന്നാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ സി പോർഷൻ ടെക്സ്റ്റ് ബുക്കിൽ അത് വെട്ടി നിങ്ങൾ അത് എന്താക്കാം, ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതാണ് ABC തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്ന് ആലോചിക്കുക. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. അത് ഇവിടെ നമ്മളൊരു കാണാം, പോർട്ടൽ വെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഗൻ ടു ഓർഗൻസ് കണക്ട് ചെയ്യുന്ന വെയിൻസുകളെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിൻസ്. അപ്പൊ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോർട്ടൽ വെയിൻസിലൂടെ പാസ് ചെയ്തിട്ടാണ് എവിടെ എത്തിക്കുക, ഈ പറയുന്ന ആന്റീരിയറിലും പോസ്റ്റീരിയറിലും എത്തിക്കാം. അപ്പൊ എക്സാമിന് ചോദിക്കണമെങ്കിൽ അതൊന്ന് ഓർത്തിരിക്കുക. പോർട്ടൽ വെയിൻസിന്റെ റോൾ എന്താ, ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് ദി ഹൈപ്പോതലാമസ് ഹോർമോൺ ഇൻ ടു ദി പിറ്റ്യൂട്ടറി ലോബ്സ്. ക്ലിയർ ആണല്ലോ? ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ച എ ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദി ഹോർമോൺ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ബിയിൽ സ്റ്റോർ ചെയ്യുന്നതും. അത് ഏതൊക്കെ, എയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബിയിൽ സ്റ്റോർ ചെയ്യാം. ദാറ്റ് ഈസ് ഓക്സിറ്റോക്സിൻ ആൻഡ് ADH. ഇത് രണ്ടുമാണ് എയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബിയിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ആർ ദ ഹോർമോൺസ് റിലീസ്ഡ് ബൈ സിയിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാ? നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് GH എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺസ് വരും. ACTH അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ഗൊണാഡോട്രോഫിക് റിലീസിങ് ഹോർമോൺസ് അല്ലെ, പ്രൊലാക്റ്റിൻസ്. ഇതൊക്കെയാണ് എവിടെ വരിക, നമ്മളുടെ സിയിൽ വരിക. ആൻഡ് ലാസ്റ്റ് വൺ സി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഹൈപ്പോതലാമസ് ഓൾസോ നോൺ ആസ് മാസ്റ്റർ കൺട്രോളർ അല്ലെ. ഒട്ടുമിക്ക എല്ലാ ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്നതും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഈ പറയുന്ന ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ഇത് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്ന ഒരാളാണ് ആര്, നമ്മുടെ ഹൈപ്പോതലാമസ്. അതുകൊണ്ടിട്ടാണ് ഹൈപ്പോതലാമസിനെ മാസ്റ്റർ കൺട്രോളർ എന്ന് കൂടി വിളിക്കുന്നത്. അത് നിങ്ങളുടേതായ ഒരു ഓൺ വേർഡ്സിൽ എന്ത് ചെയ്യാൻ എഴുതാം, ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് ദി എൻഡോക്രൈൻ പ്രൊഡക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ റിലീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാ, ഹൈപ്പോതലാമസ് ആണ്. സോ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കുക, ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. സോ നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. സോ ബൈ.